ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS, അതുപോലെ BFO, APO, CEO വരുന്ന 10th പ്രിലിംസ്, ഇനി വരാനിരിക്കുന്ന ഏതൊരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും പഠിക്കാനായിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാൻ, അതുപോലെ തന്നെ ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ ആയിട്ട് കൃത്യം ഓർഡറിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് മധ്യകാല കേരളം എന്ന് പറയുന്നത് 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ എന്നാണ്. പക്ഷെ നമ്മൾ 6ാം ക്ലാസ്സിലെ കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ നോക്കിയതിൽ എന്തായിരുന്നു, 9ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. അപ്പോൾ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ 6ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ 9ാം നൂറ്റാണ്ട് മുതൽ എന്ന് കണ്ടു. ഇപ്പോൾ ഇതിൽ 8ാം നൂറ്റാണ്ട് മുതൽ എന്നാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കിയിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ 6ാം അതിൽ പറഞ്ഞതിന് ശേഷമാണ് ഇത് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ്. അതിൽ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ വട്ടെഴുത്ത് ലിഖിതങ്ങളിൽ നിന്നാണ് നമ്മുടെ കേരളത്തിനെ കുറിച്ച് ആദ്യം നമ്മൾ പറഞ്ഞു അല്ലെ, ജൂത ചെപ്പേടൊക്കെ എഴുതിയിട്ടുള്ളത് വട്ടെഴുത്ത് ലിപിയിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് തരിസാപ്പള്ളി ലിഖിതങ്ങൾ ആദ്യം തന്നിട്ടുള്ളത് തരിസാപ്പള്ളി ലിഖിതങ്ങളാണ്. അതായത് മധ്യകാല കേരളത്തിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന വട്ടെഴുത്ത് ലിപിയിലുള്ളതാണ് ഈ ലിഖിതം. നമ്മൾ പറഞ്ഞല്ലേ, തരിസാപ്പള്ളി ലിഖിതവും ജൂത ചെപ്പേടൊക്കെ എഴുതിയിട്ടുള്ളത് ഏത് ലിപിയിലാണ്? വട്ടെഴുത്ത് ലിപിയിലാണ്. വട്ടെഴുത്തും കോലെഴുത്തും എല്ലാം പഴയ മലയാളം ലിപിയാണ്. അപ്പോൾ അതിലാണ് വട്ടെഴുത്ത് ലിപിയിലാണ് എന്തെഴുതിയിട്ടുള്ളത്? തരിസാപ്പള്ളി ലിഖിതങ്ങൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ പെരുമാൾ രാജാവായ സ്ഥാണു രവിയുടെ 5ാമത്തെ ഭരണവർഷത്തിൽ വേണാട് നാടുവാഴിയായ അയ്യനടികൾ തിരുവടികൾ കൊല്ലം നഗരത്തിലെ തരിസാപ്പള്ളിക്ക് ഭൂമി ദാനം കൊടുക്കുന്നതിന്റെ വിവരങ്ങളാണ് രേഖയിലുള്ളത്. അപ്പൊ തരിസാപ്പള്ളി ലിഖിതത്തിൽ എന്താണ് പറയുന്നത്? പെരുമാൾ രാജാവായ സ്ഥാണു രവിയുടെ 5ാമത്തെ ഭരണവർഷത്തിൽ വേണാട് നാടുവാഴിയായ അയ്യനടികൾ തിരുവടികൾ കൊല്ലം നഗരത്തിലെ തരിസാപ്പള്ളിക്ക് ഭൂമി ദാനം കൊടുക്കുന്നതിന്റെ വിവരങ്ങളാണ് ഈ തരിസാപ്പള്ളി ലിഖിതങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി വരുന്നത് ഊരുകൾ എന്താണ്, നാടുകൾ എന്താണ്, കുടി എന്താണ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നിരവധി ഊരുകൾ ചേർന്നതാണ് നാടുകൾ. ഓക്കെ, നിരവധി ഊരുകൾ ചേർന്നതാണ് നാടുകൾ. നാടുകൾക്കുമേൽ അധികാരമുണ്ടായിരുന്നവർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? നാടുവാഴികൾ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞല്ലേ. അപ്പൊ നാടുകൾക്കുമേൽ അധികാരമുള്ളവരാണ് നാടുവാഴികൾ. ഇനി കൃഷി ചെയ്യുന്ന തൊഴിൽ കൂട്ടങ്ങളുടെ കുടുംബങ്ങളാണ് കുടികൾ എന്ന് പറയുന്നത്. കൃഷി ചെയ്യുന്ന തൊഴിൽ കൂട്ടങ്ങളുടെ കുടുംബങ്ങളാണ് കുടികൾ. കുടികളുടെ അധിപനാണ് ആര്? കുടിപതി. നിരവധി കുടികൾ ചേർന്നാണ് ഊരുകൾ രൂപം കൊള്ളുന്നത്. ഊരിന്റെ അധിപന്മാരാണ് ആര്? ഊരാളർ. ഓക്കെ, ഊരാളറാണ് ഊരിന്റെ അധിപന്മാർ. അടുത്തത് മഹോദയപുരത്തെ പെരുമാക്കന്മാർ. അപ്പൊ നമ്മൾ പെരുമാക്കന്മാരെ കുറിച്ച് അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് പറഞ്ഞത്? നാടുകളെല്ലാം മഹോദയപുരം, അതായത് ഇന്നത്തെ കൊടുങ്ങല്ലൂരാണെന്ന് പറഞ്ഞല്ലേ. മഹോദയപുരം എന്ന് പറയുന്നത് ഇന്നത്തെ കൊടുങ്ങല്ലൂരും സമീപ പ്രദേശങ്ങളുമാണ്. അപ്പൊ നാടുകളെല്ലാം മഹോദയപുരം ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന പെരുമാക്കന്മാരുടെ കീഴിലായിരുന്നു. നമ്മൾ പറഞ്ഞതായിരുന്നു. വടക്ക് കോലത്തുനാട് മുതൽ തെക്ക് വേണാട് വരെയുള്ള 14 നാടുകളും ആരുടെ കീഴിലായിരുന്നു? പെരുമാക്കന്മാരുടെ ഭരണം അംഗീകരിച്ചിരുന്നു അല്ലെ. വടക്ക് കോലത്തുനാട് മുതൽ തെക്ക് വേണാട് വരെയാണ് പെരുമാക്കന്മാരുടെ ഭരണം വ്യാപിച്ചിരുന്നത്. അതും നമ്മൾ പറഞ്ഞായിരുന്നു. കേരളത്തിൽ ആദ്യമായി ഒരു കേന്ദ്രീകൃത ഭരണം സ്ഥാപിതമായത് ഇക്കാലത്താണ്. രാജശേഖരൻ മുതൽ രാമകുലശേഖരൻ വരെയുള്ള രാജാക്കന്മാരാണ് CE 800 മുതൽ 1122 വരെയുള്ള കാലത്ത് മഹോദയപുരം കേന്ദ്രമാക്കി ഭരിച്ചിരുന്നത്. അപ്പൊ രാജശേഖരൻ മുതൽ രാമകുലശേഖരൻ വരെയുള്ള രാജാക്കന്മാരാണ് CE 800 മുതൽ 1122 വരെയുള്ള കാലഘട്ടത്ത് മഹോദയപുരം കേന്ദ്രമാക്കി ഭരിച്ചിരുന്നത്.
അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് എന്തൊക്കെയാണ്? മഹോദയപുരം കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് പെരുമാക്കന്മാർ. അവർ എവിടം വരെയാണ് അവരുടെ ഭരണം? വടക്ക് കോലത്ത് നാട് മുതൽ തെക്ക് വേണാട് വരെയുള്ള 14 നാടുകളിലായിട്ടാണ് പെരുമാക്കന്മാരുടെ ഭരണം വ്യാപിച്ചിരുന്നത്. അടുത്തത് സ്വരൂപങ്ങൾ. സ്വരൂപങ്ങളും നമ്മൾ നേരത്തെ പഠിച്ചതായിരുന്നു. CE 12-ാം നൂറ്റാണ്ടോടെ പെരുമാക്കന്മാരുടെ കേന്ദ്രീകൃത ഭരണം അവസാനിച്ചു. നാടുവാഴികൾ സ്വതന്ത്ര ഭരണ പ്രദേശങ്ങളായി. നാടുകളിൽ വളർന്നു വന്ന അധികാര സ്ഥാനങ്ങൾ നാടുവാഴി സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു. അല്ലെ, നമ്മൾ പറഞ്ഞു എന്താണ്? പെരുമാക്കന്മാരുടെ ഭരണം അവസാനിച്ചതോടു കൂടിയിട്ട് നാടുവാഴികൾ അവരവരുടെ നാട്ടിൽ അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഭരണത്തിൽ ഏർപ്പെട്ടു. അപ്പം നാടുവാഴികളുടെ കീഴിലുള്ള പ്രദേശങ്ങളും കുടുംബവും അറിയപ്പെട്ടിരുന്നത് എന്താണ്? സ്വരൂപം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്വരൂപങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ ആ നോട്ട് ഇവിടെ ചേർത്തിട്ട് പഠിക്കാം. ഓക്കെ, കൊച്ചിയിലെ പെരുമ്പടപ്പ് സ്വരൂപം, കോഴിക്കോട് നെടിയിരുപ്പ് സ്വരൂപം ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ അതിവിടെ എന്താണ് പോയിന്റ് ആഡ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ എന്ന് പറയുമ്പോൾ വേണാടിനെ ആധുനികതയിലേക്ക് നയിച്ച ഭരണാധികാരി ആയിരുന്നു ആര്? മാർത്താണ്ഡവർമ്മ. വേണാടിനെ ആധുനികതയിലേക്ക് നയിച്ച ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. വേണാടിനെ ആധുനികതയിലേക്ക് നയിച്ച ഭരണാധികാരിയായിരുന്നു ആര്? മാർത്താണ്ഡവർമ്മ. വേണാടിനെ തിരുവിതാംകൂർ എന്ന ആധുനിക രാജ്യമാക്കി മാറ്റിയത് ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. വേണാടിനെ ആധുനികതയിലേക്ക് നയിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. വേണാടിനെ തിരുവിതാംകൂർ എന്ന ആധുനിക രാജ്യമാക്കി മാറ്റിയത് ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഭരണരംഗം നവീകരിച്ചും സൈന്യത്തെ ശക്തമാക്കിയും 18-ാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മയുടെ ഭരണത്തിന് കീഴിൽ ശക്തമായ നാട്ടുരാജ്യമായി എന്ത് വളർന്നു? തിരുവിതാംകൂർ വളർന്നു. അപ്പോൾ ഭരണരംഗം നവീകരിച്ചും സൈന്യത്തെ ശക്തമാക്കിയും 18-ാം നൂറ്റാണ്ടിൽ എന്താണ് നാട്ടുരാജ്യമായി തിരുവിതാംകൂറിനെ വളർത്തിയത് ആര് എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, ഓർത്തിരിക്കുക. മാർത്താണ്ഡവർമ്മയെ കുറിച്ച് വേണാടിനെ ആധുനികതയിലേക്ക് നയിച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. വേണാടിനെ തിരുവിതാംകൂർ എന്ന ആധുനിക രാജ്യമാക്കി മാറ്റിയത് മാർത്താണ്ഡവർമ്മയാണ്. ഭരണരംഗം നവീകരിച്ചും സൈന്യത്തെ ശക്തമാക്കിയും 18-ാം നൂറ്റാണ്ടിൽ എന്താണ് തിരുവിതാംകൂറിനെ ഒരു നാട്ടുരാജ്യമായി വളർത്തിയത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അടുത്തത് മൈസൂർ സുൽത്താൻമാർ. കേരളത്തിലേക്ക് പടനയിച്ച മൈസൂർ ഭരണാധികാരികളായിരുന്നു ഹൈദർ അലിയും പുത്രൻ ടിപ്പു സുൽത്താനും. കേരളത്തിലേക്ക് പടനയിച്ച മൈസൂർ ഭരണാധികാരികളായിരുന്നു ആരൊക്കെ? ഹൈദർ അലിയും അദ്ദേഹത്തിന്റെ പുത്രൻ ടിപ്പു സുൽത്താനും. 1766 മുതൽ 1792 വരെ മൈസൂർ സുൽത്താൻമാരുടെ ഭരണം മലബാറിൽ നിലനിന്നിരുന്നു. അപ്പോൾ മൈസൂർ സുൽത്താൻമാരുടെ ഭരണ കാലഘട്ടം എത്രയാണ്? 1766 മുതൽ 1792 വരെയാണ് മൈസൂർ സുൽത്താൻമാരുടെ ഭരണ കാലഘട്ടം. കോലസ്വരൂപം, നെടിയുരുപ്പ് സ്വരൂപം. കോലസ്വരൂപം എന്ന് പറയുന്നത് കോലത്തുനാട്, നെടിയുരുപ്പ് സ്വരൂപം ഏറനാട്, പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി, തൃപ്പാപ്പൂർ സ്വരൂപം എവിടെയാണ്? വേണാട്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അപ്പോൾ അത് നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈ സ്വരൂപങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കോലത്തുനാടിലെ കോലസ്വരൂപം, ഏറനാട് അല്ലെങ്കിൽ കോഴിക്കോട് നെടിയുരുപ്പ് സ്വരൂപം, കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം, വേണാട് തൃപ്പാപ്പൂർ സ്വരൂപം. 18-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പുവിനെ പരാജയപ്പെടുത്തി. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പുവിനെ പരാജയപ്പെടുത്തിയത് എപ്പോഴാണ്? 18-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടെ. 18-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പുവിനെ പരാജയപ്പെടുത്തി. അതോടെ ടിപ്പുവിന്റെ നിയന്ത്രണത്തിലായിരുന്ന മലബാർ പൂർണ്ണമായും ആരുടെ ഭരണത്തിന് കീഴിലായി? ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായി. സ്വതന്ത്ര ഭരണാധികാരികൾ എന്ന നിലയിലുള്ള നാടുവാഴി സ്വരൂപങ്ങളുടെ അധികാരം മലബാറിൽ ഇതോടെ അവസാനിക്കുകയും തിരുവിതാംകൂറും കൊച്ചിയും എന്തായി? നാട്ടുരാജ്യങ്ങളായിട്ട് തുടരുകയും ചെയ്യുന്നു. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടേംസ് പഠിക്കണം. ചേരിക്കൽ, ബ്രഹ്മസ്വം, ദേവസ്വം. എന്താണ് ചേരിക്കൽ? ചേരിക്കൽ എന്ന് വെച്ചാൽ നാടുവാഴികളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി അറിയപ്പെടുന്ന പേരാണ് എന്ത്? ചേരിക്കൽ. ചേരിക്കൽ എന്താണ്? നാടുവാഴികളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി. നമ്മൾ പറഞ്ഞു നാട്ടിലുള്ള നാടിന്റെ അധിപൻ ആരാണ്? നാടുവാഴിയാണ്. അപ്പൊ നാടുവാഴികളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി അറിയപ്പെടുന്ന പേരാണ് എന്ത്?
ചേരിക്കൽ എന്ന് പറയുന്നത്. ഇനി ബ്രഹ്മസ്വം എന്ന് പറയുന്നത് എന്താണ്? ബ്രാഹ്മണരുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയാണ് ബ്രഹ്മസ്വം എന്നറിയപ്പെടുന്നത്. ദേവസ്വം എന്ന് വെച്ചാൽ എന്താണ്? ക്ഷേത്രങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയാണ്. അപ്പൊ ചേരിക്കൽ എന്ന് വെച്ചാൽ നാടുവാഴികളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയാണ് ചേരിക്കൽ. ബ്രഹ്മസ്വം എന്ന് പറയുന്നത് ബ്രാഹ്മണരുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയാണ്. ദേവസ്വം എന്ന് പറയുന്നത് എന്താണ്? ക്ഷേത്രങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയാണ്. അപ്പോ ദേവസ്വം ഭൂമിയുടെ അവകാശികൾ അറിയപ്പെടുന്ന പേരാണ് ഊരാളർ. എന്താണ്? ദേവസ്വം ഭൂമിയുടെ അവകാശികൾ അറിയപ്പെടുന്ന പേരാണ് ഊരാളർ എന്നാണ് അറിയപ്പെടുന്നത്. ദേവസ്വം ഭൂമിയുടെ അവകാശികൾ ഊരാളർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ രാജാക്കന്മാരോ ബ്രാഹ്മണരോ ക്ഷേത്രത്തിലെ ആളുകളോ നേരിട്ട് ഈ ഭൂമിയിൽ കൃഷി ചെയ്തിരുന്നില്ല. അപ്പോൾ ഇവർ ഭൂമി ഇടനിലക്കാർക്ക് കൃഷി ചെയ്യുന്നതിനായിട്ട് നൽകി. അങ്ങനെയുള്ള ഇടനിലക്കാർ അറിയപ്പെടുന്ന പേരാണ് കാരാളർ. ഓക്കെ, കാരാളർ. അപ്പൊ എന്താണ്? ബ്രാഹ്മണരോ രാജാക്കന്മാരോ ക്ഷേത്രത്തിലെ ആളുകളോ നേരിട്ട് അവരുടെ ഭൂമിയിൽ കൃഷി ചെയ്തിരുന്നില്ല. അപ്പൊ അവർക്കൊരു ഇടനിലക്കാരുണ്ടായിരുന്നു കൃഷി ചെയ്യുന്നതിനായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇടനിലക്കാർ അറിയപ്പെടുന്ന പേരാണ് എന്ത്? കാരാളർ. കാരാളർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നാടുവാഴികൾ, ഊരാളർ, അവർക്ക് താഴെയായി കാരാളർ എന്നിങ്ങനെ ഒരു അധികാര ശ്രേണി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭൂമിയുടെ മേലുള്ള അവകാശം തലമുറകളിലൂടെ കൈമാറി വരുന്ന ജന്മാവകാശമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇത്തരം ഭൂമിയാണ് ജന്മം ഭൂമി എന്നറിയപ്പെടുന്നത്. അതായത് അവകാശം, ഭൂമിയുമേലുള്ള അവകാശം തലമുറകളായി കൈമാറി വരുന്ന തരത്തിലുള്ള ആ ഭൂമിയെയാണ് ജന്മം ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഉടമസ്ഥാവകാശമുള്ളവർ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ജന്മി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഈ സമയത്താണ്, അതായത് ഈ മധ്യകാലഘട്ടത്തിലാണ് വെറും പാട്ടം എന്ന് പറയുന്ന സമ്പ്രദായം നിലവിൽ വരുന്നത്. വെറും പാട്ടം എന്ന് പറയുന്ന സമ്പ്രദായം ഇക്കാലത്ത് പ്രചാരം നേടുന്നത്. വെറും പാട്ടം എന്ന് പറയുന്നത് എന്താണ്? ഉൽപാദനത്തിന്റെ ഒരു നിശ്ചിത പങ്ക് ജന്മിക്ക് പാട്ടമായി നൽകാമെന്ന വ്യവസ്ഥയിൽ ജന്മിമാർ കുടിയാന്മാർക്ക് നൽകിയ ഭൂമിയാണ് വെറും പാട്ടഭൂമി. അപ്പൊ ജന്മിമാരുടേതാണ് ഭൂമി. അപ്പൊ അവർക്ക് എന്താണ്? അവർ കുടിയാന്മാർക്ക് ഒരു നിശ്ചിത തുക പാട്ടമായി നൽകാമെന്ന വ്യവസ്ഥയിൽ കുടിയാന്മാർക്ക് നൽകുന്ന ഭൂമിയാണ് വെറും പാട്ടം ഭൂമി എന്ന് പറയുന്നത്. അപ്പൊ വെറും പാട്ടം ഭൂമി എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ നിലനിന്നിരുന്ന കാലഘട്ടമാണ് ഈ മധ്യകാലഘട്ടം. അപ്പോൾ ഈ പണയപ്പാട്ടം എന്ന് പറയുന്നത് കണം, ഒറ്റി തുടങ്ങിയ പേരുകളിലൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. കാണം, ഒറ്റി തുടങ്ങിയ പേരുകളിലാണ് എന്തറിയപ്പെടുന്നത്? പണയപ്പാട്ടം വ്യവസ്ഥ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പണയപ്പാട്ടത്തിനെടുക്കുന്ന ഈ ഭൂമി വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ ആർക്ക് അവകാശമുണ്ടാവില്ല? കുടിയാന് അവകാശമുണ്ടാവില്ല. കൃഷി ചെയ്യാനുള്ള അവകാശം മാത്രമേ ആർക്കുണ്ടാവുള്ളൂ? ഈ കുടിയാന്മാർക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതാണ് എന്ത്? വെറും പാട്ടം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. അടുത്തത് പറയുന്നത് അക്കാലത്തെ പ്രധാന കൃഷി ഇനങ്ങളാണ്. അപ്പോൾ വയൽ, പറമ്പ്, പുരയിടങ്ങൾ, മലമ്പ്രദേശങ്ങൾ തുടങ്ങിയവയാണ് അപ്പോൾ കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. നെല്ലായിരുന്നു വയലിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പ്രധാന വിള. ഓക്കെ, മധ്യകാല കേരളത്തിൽ നെല്ലായിരുന്നു വയലിൽ ഉൽപ്പാദിപ്പിച്ച പ്രധാന വിള. പറമ്പുകളിലോ നെല്ല്, ചാമ, മുതിര, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവ വിളയിച്ചിരുന്നു. അതുപോലെ തെങ്ങ്, കമുക്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, പയർവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവ പറമ്പുകളിൽ ഉൽപ്പാദിപ്പിച്ചു. മലമ്പ്രദേശത്ത് മലനെല്ലും ഉൽപ്പാദിപ്പിച്ചിരുന്നു. അപ്പോഴത്തെ കൃഷി, ഓക്കെ, മധ്യകാലഘട്ടത്തിലെ കൃഷി എന്ന് പറയുന്നത് ഇടവപ്പാതി എന്നറിയപ്പെടുന്നത് ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അല്ലെ? നമുക്ക് കാലാവസ്ഥ പഠിക്കാനുള്ളതാണ്. ഇടവപ്പാതി എന്നറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. അതുപോലെ തുലാവർഷം എന്നറിയപ്പെടുന്നത് ഏതാണ്? വടക്കു കിഴക്കൻ മൺസൂൺ ആണ്. അപ്പോൾ ഇടവപ്പാതി എന്നറിയപ്പെടുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെയും തുലാവർഷം എന്നറിയപ്പെടുന്ന വടക്കു കിഴക്കൻ മൺസൂണിനെയും ആശ്രയിച്ചുള്ള കൃഷിയാണ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കൃഷിക്ക് അനുയോജ്യമായ വളമായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്താണ്? ചാണകവും പച്ചിലകളും ഒക്കെ അടങ്ങുന്ന ജൈവവളമാണ് അന്നത്തെ കൃഷിക്കൊക്കെ ഉപയോഗിച്ചിരുന്നത്. അടുത്തത് കച്ചവട ബന്ധങ്ങളാണ്. അതായത് പ്രാചീന കാലത്തെ പോലെ തന്നെ മധ്യകാലത്തും കരമാർഗവും കടൽ മാർഗവുമുള്ള കച്ചവടം തുടർന്നു പോന്നിരുന്നു. അപ്പോൾ കൊല്ലം, കൊടുങ്ങല്ലൂർ, കോഴിക്കോട്, പന്തലായിനി, മാടായി, വളപട്ടണം തുടങ്ങിയവയായിരുന്നു അക്കാലത്തെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. അപ്പോൾ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കൊല്ലം, കൊടുങ്ങല്ലൂർ, കോഴിക്കോട്, പന്തലായിനി, മാടായി, വളപട്ടണം തുടങ്ങിയവയായിരുന്നു പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങൾ.
അടുത്തത് നോക്കുക, മൂഷക വംശം എന്ന് പറയുന്നതിലെ വരികളാണ് കൊടുത്തിട്ടുള്ളത്. തപോധനർ വാണിടുമാശ്രമങ്ങളിൽ വസിച്ചിടും വന്യമൃഗങ്ങൾ എന്നപ്പോൾ പരസ്പരം ഭിന്നതയാർന്ന ദേവതാഗണം വസിച്ചൈക്യമൊടപ്പുരത്തിലായി. ഓക്കെ, അപ്പൊ ഈ വരികൾ തന്നിട്ട് ഇത് ഏത് കൃതിയിലേതാണ് എന്ന് ചോദിക്കാം. അപ്പൊ ഏതാണ്? മൂഷക വംശമാണ് കേട്ടോ. തുടങ്ങുന്നത് ആലോചിച്ച് വയ്ക്കുക. തപോധനർ വാണിടുമാശ്രമങ്ങളിൽ വസിച്ചിടും വന്യമൃഗങ്ങൾ എന്നപ്പോൾ ഇതിലെയാണ്? മൂഷക വംശമാണ്. ഇനി അടുത്തത് വരുന്നത് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്, 6ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ പഠിച്ചത് തന്നെയാണ്, 5 വണ്ണവും മണിഗ്രാമവും. മധ്യകാല കേരളത്തിൽ 14ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന കച്ചവട സംഘങ്ങളാണ് ഏതൊക്കെ? 5 വണ്ണവും മണിഗ്രാമവും. ഇമ്പോർട്ടൻ്റ് ആണ്. 5 വണ്ണവും മണിഗ്രാമവും മധ്യകാല കേരളത്തിൽ 14ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന കച്ചവട സംഘങ്ങളാണ്. അതുപോലെ അടുത്ത പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. വിവിധ മതവിഭാഗങ്ങൾ പരസ്പര സൗഹാർദ്ദത്തോടെ ഒത്തൊരുമിച്ച് അധിവസിക്കുന്ന ഒരു ഭൂപ്രദേശമായിട്ട് നമ്മുടെ നാട് മാറിയത് ഏതു കാലഘട്ടത്തിലാണ്? മധ്യകാലത്താണ്. മധ്യകാലത്താണ് വിവിധ മതവിഭാഗങ്ങൾ പരസ്പര സൗഹാർദ്ദത്തോടെ ഒത്തൊരുമിച്ച് അധിവസിക്കുന്ന ഒരു ഭൂപ്രദേശമായിട്ട് നമ്മുടെ നാട് മാറിയത് മധ്യകാലത്താണ്. അതുപോലെ തന്നെ ബ്രാഹ്മണരും ജൈന ബുദ്ധ മതവിഭാഗങ്ങളും ജൂത ക്രൈസ്തവ ഇസ്ലാം മതങ്ങളും കേരളത്തിൽ വ്യാപിച്ചതും ഏത് കാലത്താണ്? മധ്യകാലത്താണ്. മധ്യകാലത്താണ് ബ്രാഹ്മണ ജൈന ബുദ്ധ മതവിഭാഗങ്ങളും ജൂത ക്രൈസ്തവ ഇസ്ലാം മതങ്ങളും കേരളത്തിൽ വ്യാപിച്ചത് മധ്യകാലത്താണ്. അടുത്തത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ് തുഫത്തുൽ മുജാഹിദീൻ. തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത് മധ്യകാല കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക ചരിത്രം പ്രതിപാദിക്കുന്ന കൃതിയാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രചിച്ച തുഫത്തുൽ മുജാഹിദീൻ. തുഫത്തുൽ മുജാഹിദീൻ രചിച്ചത് ആരാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ആണ്. അപ്പോൾ മധ്യകാല കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക ചരിത്രം പ്രതിപാദിക്കുന്ന തുഫത്തുൽ മുജാഹിദീൻ രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ആണ്. അതുപോലെ തന്നെ 16ാം നൂറ്റാണ്ടിൽ അറബി ഭാഷയിലാണ് ഈ കൃതി രചിക്കപ്പെട്ടത്. അപ്പോൾ തുഫത്തുൽ മുജാഹിദീൻ രചിക്കപ്പെട്ടിട്ടുള്ള ഭാഷ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അറബി ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. പോർച്ചുഗീസുകാരുടെ അധിനിവേശവും അവർ നടത്തിയ അതിക്രമങ്ങളും അതിനെതിരായ ചെറുത്തുനിൽപ്പുകളുമാണ് ഈ കൃതി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ തുഫത്തുൽ മുജാഹിദീനിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം എന്തിനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? പോർച്ചുഗീസുകാരുടെ അധിനിവേശവും അവർ നടത്തിയ അതിക്രമങ്ങളും അതിനെതിരായ ചെറുത്തുനിൽപ്പുകളുമാണ് ഈ കൃതി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്ര കൃതിയായിട്ടാണ് പണ്ഡിതന്മാർ ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്ര കൃതി ഏതാണ്? അതാണ് തുഫത്തുൽ മുജാഹിദീൻ. എഴുതിയത് ആരാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ആണ്. അദ്ദേഹം അത് എഴുതിയത് ഏതു ഭാഷയിലാണ്? അറബി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മൂഷക വംശകാവ്യം. നമ്മുടെ +2 പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു മൂഷക വംശം രചിച്ചത് ആര് എന്നുള്ളത്. ആരായിരുന്നു? അതുലനാണ് അല്ലെ. അപ്പൊ 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൂഷക വംശകാവ്യം കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ രാജവംശാവലി ചരിതമാണ്. ഓക്കെ, അപ്പൊ കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ രാജവംശാവലി ചരിതം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? മൂഷക വംശകാവ്യമാണ്. അത് എഴുതിയിരിക്കുന്നത് ആരാണ്? അതുലനാണ്. ഏതാണ്ട് 6ാം നൂറ്റാണ്ട് മുതൽ 11ാം നൂറ്റാണ്ട് വരെ കോലത്തുനാട് ഭരിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ രാമഘടൻ മുതൽ ശ്രീകണ്ഠൻ വരെയുള്ള 119ഓളം രാജാക്കന്മാരുടെ ഭരണകാലമാണ് ഈ കാവ്യത്തിൽ വിവരിക്കുന്നത്. അപ്പൊ മൂഷക വംശകാവ്യത്തിൽ വിവരിക്കുന്നത് എന്താണ്? ഏതാണ്ട് 6ാം നൂറ്റാണ്ട് മുതൽ 11ാം നൂറ്റാണ്ട് വരെ കോലത്തുനാട് ഭരിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ രാമഘടൻ മുതൽ ശ്രീകണ്ഠൻ വരെയുള്ള 119ഓളം രാജാക്കന്മാരുടെ ഭരണകാലമാണ് ഈ കാവ്യത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ശ്രീകണ്ഠന്റെ കൊട്ടാരം കവിയായിട്ടുള്ള അതുലനാണ് ഈ കാവ്യം എഴുതിയിട്ടുള്ളത്. അപ്പോൾ മൂഷക വംശം കാവ്യം എഴുതിയിട്ടുള്ളത് ആരാണ്? അതുലനാണ്. അദ്ദേഹം ശ്രീകണ്ഠന്റെ കൊട്ടാരം കവിയാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നാടുവാഴികൾ നൽകിയ അവകാശങ്ങൾ. അതായത് ഓരോ ചെപ്പേടും ആർക്ക് നൽകിയതാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് നോക്കാം. തെക്കൻ തിരുവിതാംകൂറിലെ ആയി രാജാവ് വിക്രമാദിത്യ വരഗുണൻ 9ാം നൂറ്റാണ്ടിൽ ശ്രീമൂലവാസത്തെ ബുദ്ധമത മന്ദിരത്തിന് കൊടുത്ത അവകാശങ്ങളാണ് പാലിയം ചെപ്പേട്. പാലിയം ചെപ്പേട് എന്താണ്?
തെക്കൻ തിരുവിതാംകൂറിലെ ആയി രാജാവ് വിക്രമാദിത്യ വരഗുണൻ 9-ാം നൂറ്റാണ്ടിൽ ശ്രീമൂലവാസത്തെ ബുദ്ധമത മന്ദിരത്തിന് കൊടുത്ത അവകാശങ്ങളാണ് പാലിയം ചെപ്പേട്. പാലിയം ചെപ്പേട് കേട്ടോ. വിക്രമാദിത്യ വരഗുണൻ ശ്രീമൂലവാസത്തെ ബുദ്ധമത മന്ദിരത്തിന് കൊടുത്ത അവകാശങ്ങളാണ് പാലിയം ചെപ്പേട്. അടുത്തത് CE 9, 10, 11 നൂറ്റാണ്ടുകളിൽ താഴേക്കാവ്, കിണാലൂർ, ആലത്തൂർ, തിരുമണ്ണൂർ, ചിതറാൽ എന്നിവിടങ്ങളിൽ ജൈന മന്ദിരങ്ങൾക്ക് ചെയ്ത ദാനങ്ങളാണ് തിരുമണ്ണൂർ ശാസനം. ബുദ്ധ മന്ദിരങ്ങൾക്ക് നൽകിയിട്ടുള്ള ശാസനമാണ് പാലിയം ചെപ്പേട് എന്ന് പറഞ്ഞു. ജൈന മന്ദിരങ്ങൾക്ക് ചെയ്തിട്ടുള്ള ദാനങ്ങളാണ് തിരുമണ്ണൂർ ശാസനം. CE 9, 10, 11 നൂറ്റാണ്ടുകളിൽ താഴേക്കാവ്, കിണാലൂർ, ആലത്തൂർ, തിരുമണ്ണൂർ, ചിതറാൽ എന്നിവിടങ്ങളിൽ ജൈന മന്ദിരങ്ങൾക്ക് ചെയ്ത ദാനങ്ങളാണ് തിരുമണ്ണൂർ ശാസനം. അടുത്തത് വേണാട് നാടുവഴികൾ അയ്യനടികൾ. CE 9-ാം നൂറ്റാണ്ടിൽ മണിഗ്രാമം കച്ചവട സംഘത്തിൽപ്പെട്ട മാർ സാപ്പിർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് കൊല്ലം നഗരത്തിൽ കച്ചവടം ചെയ്യാനും തരിസാപ്പള്ളി പണിയാനും നൽകിയ അവകാശമാണ് തരിസാപ്പള്ളി ശാസനം. തരിസാപ്പള്ളി ശാസനം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? വേണാട് നാടുവാഴി അയ്യനടികൾ CE 9-ാം നൂറ്റാണ്ടിൽ മണിഗ്രാമം കച്ചവട സംഘത്തിൽപ്പെട്ട മാർ സാപ്പീർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് കൊല്ലം നഗരത്തിൽ കച്ചവടം ചെയ്യാനും തരിസാപ്പള്ളി പണിയാനും നൽകിയ അവകാശമാണ് തരിസാപ്പള്ളി ശാസനം. അതുപോലെ ജൂതശാസനം. 5 വണ്ണം കച്ചവട സംഘത്തിൽപ്പെട്ട ജോസഫ് റബ്ബാൻ എന്ന ജൂത വ്യാപാരിക്ക് കൊടുങ്ങല്ലൂർ നഗരത്തിൽ കച്ചവടം ചെയ്യാൻ പെരുമാൾ രാജാവായിട്ടുള്ള ഭാസ്കര രവി 10-ാം നൂറ്റാണ്ടിൽ നൽകിയ ശാസനമാണ് എന്ത്? ജൂതശാസനം. നമ്മൾ ഫസ്റ്റ് പഠിച്ചല്ലേ, ഭാസ്കര രവി എന്താണ്? 5 വണ്ണം കച്ചവട സംഘത്തിൽപ്പെട്ട ജോസഫ് റബ്ബാൻ എന്ന ജൂത വ്യാപാരിക്ക് കൊടുങ്ങല്ലൂർ നഗരത്തിൽ കച്ചവടം ചെയ്യാനായിട്ട് നൽകിയിട്ടുള്ള അവകാശമാണ് എന്തറിയപ്പെടുന്നത്? ജൂതശാസനം. അതുപോലെ CE 13-ാം നൂറ്റാണ്ടിൽ നെടിയിരുപ്പ് സ്വരൂപത്തിലെ സാമൂതിരി രാജാവ്, നെടിയിരുപ്പ് സ്വരൂപം എവിടെയാണ്? കോഴിക്കോട്. സാമൂതിരി രാജാവ് മുച്ചുന്തി മുസ്ലിം പള്ളിക്കുൻമംഗലത്ത് പുളിക്കൽ ഭൂമികൾ ചാർത്തി നൽകിയത്, അതാണ് മുച്ചുന്തിപ്പള്ളി ശാസനം. അപ്പൊ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ജൂതശാസനം, പാലിയം ചെപ്പേട്, തരിസാപ്പള്ളി ശാസനം. അപ്പൊ അത്രയും ശാസനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് CE 10, 11 നൂറ്റാണ്ടുകളിൽ കേരളം സന്ദർശിച്ച വ്യക്തികളാണ് അൽബിറൂനി. CE 15-ാം നൂറ്റാണ്ടിലെത്തിയത് അബ്ദുൾ റസാഖ്. CE 10, 11 നൂറ്റാണ്ടുകളിൽ കേരളം സന്ദർശിച്ചത് ആരാണ്? അൽബിറൂനി. CE 15-ാം നൂറ്റാണ്ടിലെത്തിയത് ആരാണ്? അബ്ദുൾ റസാഖ് ആണ്. അടുത്തത് അൽബിറൂനിയും അബ്ദുൾ റസാഖും വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ചില വേർഡ്സ് ആണ് തന്നിട്ടുള്ളത്. മലബാറിൽ കേരളം, മലബാർ എന്ന് പറയുമ്പോൾ കേരളം വിവിധ ആചാരങ്ങളും വിശ്വാസങ്ങളും വെച്ചു പുലർത്തുന്ന ജനങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്നുണ്ടെങ്കിലും അവർക്കിടയിൽ അവരുടെ മതവിശ്വാസത്തിന്റെ പേരിൽ യാതൊരു കലഹവും ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ആരാണ്? അൽബിറൂനിയാണ്. അൽബിറൂനിയാണ്. മലബാറിൽ വിവിധ ആചാരങ്ങളും വിശ്വാസങ്ങളും വെച്ചു പുലർത്തുന്ന ജനങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്നുണ്ടെങ്കിലും അവർക്കിടയിൽ അവരുടെ മതവിശ്വാസത്തിന്റെ പേരിൽ യാതൊരു കലഹവും ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞത് അൽബിറൂനി. അബ്ദുൾ റസാഖിന്റെ വേർഡ്സ് ആണ്: മുസ്ലിങ്ങൾ സാമൂതിരിയുടെ സമ്മതത്തോടെ വലിയ പള്ളികൾ കോഴിക്കോട്ട് പണിയിച്ചിട്ടുണ്ട്. അവയിൽ ബാങ്കും നമസ്കാരവും കൃത്യമായി നടക്കുന്നു. പള്ളികളിൽ ഖാസിമാരെ നിയമിച്ചു കൊടുത്തിട്ടുള്ളത് സാമൂതിരിയാണ് എന്ന് പറഞ്ഞത് ആരാണ്? അബ്ദുൾ റസാഖ്. അടുത്തത് സാമൂഹിക നിയന്ത്രണങ്ങളാണ്. സാമൂഹിക നിയന്ത്രണങ്ങൾ എന്ന് പറയുമ്പോൾ മധ്യകാലത്തിലെ സാമൂഹിക ബന്ധങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പെരുമാൾ കാലത്ത് നിലനിന്നിരുന്ന ഒരു പെരുമാറ്റ ചട്ടമാണ് മൂഴിക്കുളം കച്ചം. എന്താണ്? മൂഴിക്കുളം കച്ചം എന്ന് പറയുന്ന ഒരു പെരുമാറ്റ ചട്ടം പെരുമാൾ കാലത്ത് ഉണ്ടായിരുന്നു. അത് ബ്രാഹ്മണരും ക്ഷേത്രവും അടങ്ങുന്ന സമൂഹത്തിനാണ് പ്രധാനമായും ബാധകമായിരുന്നത്. നാട്ടുനടപ്പുകളായിരുന്നു പെരുമാൾ കാലത്തെ പൊതുസമൂഹത്തെ നിയന്ത്രിച്ചിരുന്നത്. പെരുമാൾ കാലത്തിന് ശേഷം കച്ചങ്ങൾ അപ്രത്യക്ഷമാവുകയും നാട്ടുനടപ്പുകളും നാട്ടാചാരങ്ങളും പ്രബലമാവുകയും ചെയ്തു. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ് ഓർത്തിരിക്കേണ്ടത്? പെരുമാൾ കാലത്ത് നിലനിന്നിരുന്ന പെരുമാറ്റച്ചട്ടമാണ് മൂഴിക്കുളം കച്ചം എന്ന് പറയുന്നത്. അടുത്തത് അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ചില സത്യപരീക്ഷകളാണ്. അതായത് സത്യപരീക്ഷകൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തേത് വിഷപരീക്ഷ. അതായത് വിഷപ്പാമ്പിന്റെ കൂട്ടിൽ കുറ്റം ചെയ്തയാളുടെ കൈ കൊണ്ട് വയ്ക്കുന്നതും
പാമ്പ് കടിയേറ്റാൽ കുറ്റം ചെയ്തെന്ന് കണക്കാക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു എന്ത്? വിഷപരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ കുറ്റം ചെയ്ത ആളെ വിഷപ്പാമ്പിന്റെ കൂട്ടിൽ കൊണ്ടുപോയിട്ട് അവരുടെ കൈ വെക്കുകയും ആ കയ്യിൽ പാമ്പ് കടിയേറ്റാൽ അദ്ദേഹം കുറ്റം ചെയ്തതായിട്ട് കണക്കാക്കുകയും ചെയ്യും. അതാണ് വിഷപരീക്ഷ. ജലപരീക്ഷ എന്ന് പറയുന്നത് മുതലയുള്ള കുളത്തിൽ കുറ്റം ചെയ്തയാളെ ഇറക്കുക, മുതല പിടിച്ചാൽ കുറ്റം ചെയ്തു എന്നും കരുതും. അതാണ് ജലപരീക്ഷ. അതുപോലെ തന്നെ അഗ്നിപരീക്ഷ എന്താണ്? തിളച്ച എണ്ണയിലോ നെയ്യിലോ കുറ്റാരോപിതന്റെ കൈവിരൽ മുക്കും, വിരൽ പൊള്ളിയാൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കണക്കാക്കും. ശുചീന്ദ്രം കൈമുക്ക് അക്കാലത്തെ അറിയപ്പെട്ട അഗ്നിപരീക്ഷകനായിരുന്നു. അപ്പൊ മധ്യകാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന അഗ്നിപരീക്ഷകൻ ആരായിരുന്നു? പരീക്ഷ ശുചീന്ദ്രം കൈമുക്ക് അക്കാലത്തെ അറിയപ്പെട്ട അഗ്നിപരീക്ഷയായിരുന്നു ശുചീന്ദ്രം കൈമുക്ക്. അടുത്തത് തൂക്കുപരീക്ഷ. തൂക്കുപരീക്ഷ എന്ന് പറയുമ്പോൾ കുറ്റം ചെയ്ത ആളെ ആദ്യം ത്രാസിൽ ഇരുത്തി തൂക്കിയ ശേഷം അയാൾ ചെയ്ത കുറ്റങ്ങൾ എഴുതിയ താളിയോല ദേഹത്ത് വെച്ച് വീണ്ടും തൂക്കും. തൂക്കം ആദ്യത്തിനേക്കാൾ കൂടുതലായാൽ ശിക്ഷ ലഭിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യം കുറ്റം ചെയ്തയാളെ ഒരു ത്രാസിലിരുത്തി തൂക്കിയതിന് ശേഷം അയാൾ ചെയ്ത കുറ്റങ്ങൾ എഴുതിയത് ഒരു താളിയോലയിലാക്കിയിട്ട് അയാളുടെ ദേഹത്ത് ചേർത്ത് വെച്ച് കെട്ടുകയും പിന്നീട് തൂക്കുമ്പോൾ ആദ്യത്തേതിനേക്കാൾ കൂടുതലായാൽ എന്താണ്? ശിക്ഷ ലഭിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള സത്യപരീക്ഷകളൊക്കെ എപ്പോഴുണ്ടായിരുന്നു? മധ്യകാല കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക കേട്ടോ. അടുത്തത് മണിപ്രവാളം. മണിപ്രവാളം നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ്? സംസ്കൃതം ഇടകലർത്തി മലയാളത്തിൽ രചിച്ച സാഹിത്യ കൃതികളാണ് എന്ത്? മണിപ്രവാളം. മണിപ്രവാളത്തിൽ രചിച്ച ഒരു കൃതിക്ക് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഉണ്ണുനീലി സന്ദേശം പറഞ്ഞു. അപ്പോൾ മണിപ്രവാളത്തിൽ സന്ദേശ കാവ്യങ്ങളും ചമ്പു കാവ്യങ്ങളും രചിക്കപ്പെട്ടിട്ടുണ്ട്. മണിപ്രവാളത്തിൽ സന്ദേശ കാവ്യങ്ങളും അതുപോലെ തന്നെ ചമ്പു കാവ്യങ്ങളും രചിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്തത് ഭാഷ, സാഹിത്യം, കലാശാസ്ത്രം. ഭാഷാ, സാഹിത്യം, കലാശാസ്ത്രം ഇതിന് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വട്ടെഴുത്ത് ലിപിയിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംസ്കൃതം കലർന്നതുമായിട്ടുള്ള തമിഴിന്റെ സ്വാധീനവും അതുപോലെ തന്നെ സംസ്കൃതം കലർന്നതുമായിട്ടുള്ള രൂപമായിരുന്നു ഭാഷയ്ക്ക് ഉണ്ടായിരുന്നത്. വട്ടെഴുത്ത് ലിപിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വട്ടെഴുത്ത് ലിപിയിൽ ഉണ്ടായിരുന്നതാണ് തരിസാപ്പള്ളി ശാസനം, ജൂതശാസനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ ഭാഗത്ത് പഠിക്കാം. അപ്പോൾ 12-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട രാമചരിതം മലയാളത്തിലെ ആദ്യകാല കൃതിയാണ്. അപ്പോൾ മലയാളത്തിലെ ആദ്യകാല കൃതിയാണ് 12-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യകാല കൃതി ഏതാണ്? രാമചരിതം. 14-ാം നൂറ്റാണ്ടോടെ മണിപ്രവാള സാഹിത്യകൃതികൾ രചിക്കപ്പെട്ടു. അപ്പോൾ അക്കാലത്തെ പ്രധാന മണിപ്രവാള കൃതികളാണ് നമ്മൾ ഫസ്റ്റ് എന്താണ്? ഉണ്ണുനീലി സന്ദേശം പഠിച്ചു. അതുപോലെ തന്നെ മറ്റു മണിപ്രവാള കൃതികളാണ് ഉണ്ണിയച്ചി ചരിതം, വൈശിക തന്ത്രം, അനന്തപുര വർണ്ണനം, ചന്ദ്രോത്സവം. ഏതൊക്കെയാണ്? ഉണ്ണുനീലി സന്ദേശം, അനന്തപുര വർണ്ണനം, ഉണ്ണിയച്ചി ചരിതം, വൈശികതന്ത്രം, ചന്ദ്രോത്സവം. ഇതെല്ലാം എന്താണ്? മണിപ്രവാള കൃതികൾക്ക് എക്സാമ്പിളാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കാന്തളൂർ ശാല. കാന്തളൂർ ശാല എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ശാലകൾ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. മധ്യകാല കേരളത്തിലെ വേദ കേന്ദ്രങ്ങൾ, വേദ പഠന കേന്ദ്രങ്ങളാണ് ശാലകൾ എന്നറിയപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞു. അവയിൽ പ്രധാനപ്പെട്ട ഒരു ശാലയാണ് എന്ത്? കാന്തളൂർ ശാല. കരുനന്ദടക്കൻ എന്ന ആയി രാജാവിന്റെ കാലത്താണ് കാന്തളൂർ ശാല നിലവിൽ വന്നത്. അപ്പൊ കാന്തളൂർ ശാല നിലവിൽ വരുന്നത് ഏത് രാജാവിന്റെ കാലഘട്ടത്തിലാണ്? കരുനന്ദടക്കനാണ്. ഓക്കെ, കാന്തളൂർ ശാല കരുനന്ദടക്കൻ എന്ന് പറയുന്ന രാജാവിന്റെ കാലഘട്ടത്തിലാണ് നിലവിൽ വരുന്നത്. വേദങ്ങൾക്ക് പുറമെ ഭാഷ, വ്യാകരണം, തത്വചിന്ത, നിയമം, ശാസ്ത്രം, ആയുധവിദ്യ എന്നിവയായിരുന്നു ശാലകളിലെ പഠന വിഷയങ്ങൾ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശാല എന്ന് പറയുന്നത് കാന്തളൂർ ശാലയാണ്. മറ്റു ശാലകളാണ് പർത്ഥിവപുരം ശാല, തിരുവല്ല ശാല, മൂഴിക്കുളം ശാല എന്ന് പറയുന്നതൊക്കെ മധ്യകാല കേരളത്തിലെ മറ്റു ശാലകളാണ്. പർത്ഥിവപുരം ശാല, തിരുവല്ല ശാല, മൂഴിക്കുളം ശാല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓർക്കേണ്ടത് എന്താണ്? കാന്തളൂർ ശാല അത് എന്താണ്? ആരുടെ കാലഘട്ടത്തിലാണ്? കരുനന്ദടക്കൻ എന്ന് പറയുന്ന രാജാവിൻ്റെ കാലഘട്ടത്തിലാണ്. കരുനന്ദടക്കൻ ഏത് രാജവംശത്തിലാണ്? ആയി രാജവംശം. ഓക്കെ, അടുത്തത് രാമപ്പണിക്കർ അഥവാ കണ്ണശൻ മലയാളത്തിൽ എഴുതിയ രാമായണം, ഭാഗവതം, ശിവരാത്രി മാഹാത്മ്യം
എന്നീ കൃതികളും മലയാള ഭാഷയുടെ വളർച്ചയിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ രാമപ്പണിക്കർ അഥവാ കണ്ണശൻ, അപ്പൊ കണ്ണശൻ എന്ന് അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? രാമപ്പണിക്കർ ആണ്. അദ്ദേഹം എഴുതിയ രാമായണം, ഭാഗവതം, ശിവരാത്രി മാഹാത്മ്യം എന്നീ കൃതികൾ മലയാള ഭാഷയുടെ വളർച്ചയിൽ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു, ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 17-ാം നൂറ്റാണ്ടിൽ പൂന്താനം നമ്പൂതിരി രചിച്ച ജ്ഞാനപ്പാന. അപ്പൊ ജ്ഞാനപ്പാന രചിച്ചത് ആരാണ്? പൂന്താനം നമ്പൂതിരിയാണ്. ശ്രീകൃഷ്ണ കർണാമൃതം, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം, കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് തുടങ്ങിയവ അക്കാലത്തെ ഭക്തി സാഹിത്യ കൃതികളാണ്. അപ്പൊ മധ്യകാലഘട്ടത്തിലെ ഭക്തി സാഹിത്യ കൃതികളാണ് ഏതൊക്കെ? പൂന്താനം നമ്പൂതിരി രചിച്ച ജ്ഞാനപ്പാന, ശ്രീകൃഷ്ണ കർണാമൃതം. അപ്പോൾ ജ്ഞാനപ്പാന രചിച്ചതും ശ്രീകൃഷ്ണ കർണാമൃതം രചിച്ചതും ആരാണ്? പൂന്താനം നമ്പൂതിരിയാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെതാണ് അധ്യാത്മ രാമായണം, കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്. അപ്പൊ ഇതെല്ലാം മധ്യകാലത്തെ ഭക്തി സാഹിത്യ കൃതികളാണ്. അതുപോലെ 18-ാം നൂറ്റാണ്ടിലെ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടുകളും രാമപുരത്തു വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടും മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും വളർച്ചയിൽ വലിയ പങ്കുവച്ചു. അപ്പോൾ തുള്ളൽ അല്ലെ, കുഞ്ചൻ നമ്പ്യാരുടേതാണ് തുള്ളൽ പാട്ടുകൾ. രാമപുരത്ത് വാര്യരുടേതാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് ആരുടേതാണ്? രാമപുരത്ത് വാര്യരുടേതാണ്. അടുത്തത് ഇവിടെ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് തന്നെയാണ്. 17-ാം നൂറ്റാണ്ടിലെ ഖാസി മുഹമ്മദിന്റെ മുഹിദ്ദീൻ മാല അറബി മലയാളത്തിൽ എഴുതിയ കൃതിയാണ്. അപ്പോൾ അറബി മലയാളം എന്ന് പറയുന്നത് അറബി ലിപിയിലാണ് എഴുതിയിട്ടുള്ളത്. സങ്കര ഭാഷയാണ് അല്ലെ, അറബിയും മലയാളവും കൂടെ ചേരുന്ന സങ്കര ഭാഷയാണ് അറബി മലയാളം. അറബികളുടെ സ്വാധീനം അറബി മലയാളം എന്ന വരമൊഴി രൂപപ്പെടുത്തി. അപ്പോൾ അറബി മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഖാസി മുഹമ്മദിന്റെ കൃതിയാണ് ഏത്? മുഹിദ്ദീൻ മാല. അപ്പോൾ മുഹിദ്ദീൻ മാല എന്ന അറബി മലയാളത്തിലുള്ള കൃതി രചിച്ചത് ആരാണ്? ഖാസി മുഹമ്മദ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു. അതേ പോയിന്റ് തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. മുഹിദ്ദീൻ മാല എഴുതിയിരിക്കുന്നത് അറബി മലയാളത്തിലാണ്. എഴുതിയിരിക്കുന്നത് ആരാണ്? ഖാസി മുഹമ്മദ്. അതുപോലെ തന്നെ മധ്യകാലഘട്ടത്തിലെ പ്രശസ്തരായിട്ടുള്ള ഗണിതശാസ്ത്ര പണ്ഡിതന്മാരാണ് ശങ്കരനാരായണൻ, സംക്രമ മാധവൻ, വടശ്ശേരി പരമേശ്വരൻ, നീലകണ്ഠ സോമയാജി തുടങ്ങിയവർ അപ്പോഴത്തെ പ്രമുഖ ഗണിതശാസ്ത്ര പണ്ഡിതന്മാരാണ്. ആരൊക്കെയാണ്? ശങ്കരനാരായണൻ. ശങ്കരനാരായണന്റെ നമ്മളൊരു കൃതി പഠിച്ചു, ഏതാണ്? ശങ്കരനാരായണീയം. സംക്രമ മാധവൻ, വടശ്ശേരി പരമേശ്വരൻ, നീലകണ്ഠ സോമയാജി ഇവരെല്ലാം ആരാണ്? മധ്യകാലഘട്ടത്തിലെ ഗണിതശാസ്ത്ര പണ്ഡിതന്മാരാണ്. അതുപോലെ ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കേരള സംസ്കാരത്തിന്റെ സവിശേഷ മുദ്രകൾ രൂപപ്പെട്ടത് മധ്യകാലത്താണ്. കേരള സംസ്കാരത്തിന്റെ സവിശേഷ മുദ്രകൾ രൂപപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ്? മധ്യകാലത്താണ് കേരള സംസ്കാരത്തിന്റെ സവിശേഷ മുദ്രകൾ രൂപപ്പെട്ടത്. അപ്പോൾ നമ്മൾ സംക്രമ മാധവനെ കുറിച്ച് പഠിച്ചു അല്ലെ. സംഗമ ഗ്രാമ മാധവൻ എന്ന് എഴുതിയിട്ടുണ്ട്. നേരത്തെയുള്ള ബുക്കിൽ സംഗ്രാമ മാധവൻ എന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. സംഗമ ഗ്രാമ മാധവൻ എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ജ്യോതിശാസ്ത്ര ഗണിതശാസ്ത്ര പണ്ഡിതനാണ് സംക്രമ മാധവൻ. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് ഇദ്ദേഹത്തിന്റെ ജന്മദേശമെന്ന് കരുതപ്പെടുന്നു എന്നാണ്. അപ്പോൾ നമ്മളത് ജസ്റ്റ് അങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഗണിതശാസ്ത്രത്തിലെ അനന്ത ശ്രേണികളെ കണ്ടെത്തിയതും പയ്യുടെ വില കൃത്യപ്പെടുത്തിയതും ആരാണ്? മാധവനാണ്. അപ്പൊ സംക്രമ മാധവനാണ് ഗണിതശാസ്ത്രത്തിലെ അനന്ത ശ്രേണികളെ കണ്ടെത്തിയതും അതുപോലെ തന്നെ പയ്യുടെ വില കൃത്യമായിട്ട് കൃത്യപ്പെടുത്തിയതും ആരാണ്? സംക്രമ മാധവനാണ്. അപ്പൊ ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കുറെ ഓപ്ഷനിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സംക്രമ മാധവൻ. അപ്പൊ ചോദിച്ചൂടാന്നില്ല. അപ്പൊ സംക്രമ മാധവനെ നോട്ട് ചെയ്ത് വെക്കുക. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ജ്യോതിശാസ്ത്ര ഗണിതശാസ്ത്ര പണ്ഡിതനാണ് സംക്രമ മാധവൻ. ഗണിതശാസ്ത്രത്തിലെ അനന്ത ശ്രേണികളെ കണ്ടെത്തിയതും പയ്യുടെ വില കൃത്യപ്പെടുത്തിയതും ആരാണ്? സംക്രമ മാധവനാണ്. അപ്പോൾ ത്രികോണമിതിയിലും ബീജഗണിതത്തിലും അന്യൂനമായ സംഭാവനകൾ നൽകിയ മാധവന്റെ പ്രധാന കൃതിയാണ്
വേണുവാരോഹം. ഓക്കെ, അപ്പൊ വേണുവാരോഹം എന്ന് പറയുന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? സംഗ്രാമ മാധവനാണ്. വേണുവാരോഹം എന്ന കൃതിയുടെ എന്താണ് രചയിതാവാണ് സംഗ്രാമ മാധവൻ. മാധവൻ, വടശ്ശേരി പരമേശ്വരൻ, നീലകണ്ഠ സോമയാജി തുടങ്ങിയവരുടെ സംഭാവനകൾ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന പേരിൽ പാശ്ചാത്യ ലോകത്തും പ്രസിദ്ധമായി. അപ്പൊ ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ഗണിത പണ്ഡിതന്മാർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ എന്ന് പറയുന്ന പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക.